അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് സോളാർ ട്രാക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഒരു സൺലൈറ്റിൻ്റെ എനർജി മതി ഇതിന് നല്ലൊരു സ്പീഡിൽ വർക്ക് ചെയ്യാനും നല്ല സ്പീഡിൽ കറണ്ട് ഉണ്ടാക്കാനും. അപ്പോൾ അതിന് ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തത് സോളാർ പാനലാണ്. അതിൻ്റെ ശേഷം അവിടുന്ന് പിന്നെ എനർജി ഒരു ചെറിയ സിഗ്നൽ എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തുള്ള ഒരു LED ആണ്. അതിൻ്റെ ശേഷം പിന്നെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ കണക്ഷനാണ് ഇതിൻ്റെ പവർ കാണിക്കുന്നത്. ഈ ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ അത് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ കാണിക്കുന്നത് ഒരു LED ബൾബാണ്. അപ്പോൾ ഈ LED ബൾബിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ലൈറ്റിംഗ് എഫക്റ്റ് കാരണം ഇത് നല്ല പവറിൽ കറങ്ങും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മഴക്കാലം ആവുമ്പം നമുക്ക് വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രദേശത്ത് വെളിച്ചം തപ്പി ഇത് സഞ്ചരിക്കും. ഈ എവിടെയാണ് വെളിച്ചമുള്ളത് അതിനെ കറക്റ്റ് ട്രാക്ക് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ മൂവിങ് ഉണ്ടാവുക. അപ്പം ഇതിന് വാട്ടർ റെസിസ്റ്റ് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ചില സമയത്ത് ഉണ്ടാവുന്ന വലിയ വലിയ ഈ കറണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഇത് ഫുള്ളി റിക്കവറാണ്. എന്ത് ടൈപ്പ് നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വരും കാലത്ത് ഓരോ വണ്ടികളും ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വണ്ടികളിൽ ഈ സംവിധാനം കൊടുക്കുകയാണെങ്കിൽ ഈ ഏത് ദിശയിൽ വണ്ടി പോവുകയാണെങ്കിലും ആ ദിശയിൽ വെയിൽ തപ്പി ഇത് മൂവിങ് ഉണ്ടാവും ഇതിൻ്റെ. അപ്പം കറക്റ്റ് നമുക്ക് അതിൻ്റെ ചാർജും കിട്ടും. ഒറ്റ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ ചില സമയത്ത് അവിടെ വെട്ടം ഉണ്ടാവില്ല. അപ്പോൾ നല്ല പ്രശ്നങ്ങളായിരിക്കും. ചാർജ് ഉണ്ടാവില്ല, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ ദിശയിൽ ഇവിടെ വെളിച്ചത്തിനെ കറക്റ്റ് ഫോക്കസ് ചെയ്തായിരിക്കും ഇതിൻ്റെ മൂവിങ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നല്ല ഒരു കറണ്ട് നമുക്ക് ലാഭിക്കാം. പിന്നെ ഇതൊരു മെയിനായിട്ടൊരു സോളാറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് പുറത്തുനിന്ന് കറണ്ടൊന്നും വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ സോളാറിൽ കൂടെ തന്നെ നമുക്കൊരു നല്ല ലാഭം ഇവിടെ വീട്ടുകളിൽ ഉണ്ടാക്കും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ സോളാർ എനർജി ഭയങ്കര ഒരു യൂസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പെട്രോളായാലും ഡീസലായാലും ഇനി അങ്ങനത്തെ ലിക്വിഫൈഡ് ഐറ്റംസ് ആയാലും ഈ നാച്ചറിനെ നല്ല ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ അങ്ങനത്തെ കുറേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിക്കും. അങ്ങനെ കുറേ നാഷണൽ ഡിസാസ്റ്റർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ എക്സ്പ്ലനേഷൻ കഴിഞ്ഞാണോ? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ടായിരുന്നു. എക്സ്പ്ലനേഷൻ കഴിഞ്ഞാണോ? ഇപ്പോൾ സോളാർ ട്രാക്ടർ അല്ലേ, നിങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങളത്തെ നല്ലൊരു സംഗതി. ഇപ്പോൾ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളും സാങ്കേതികവിദ്യകളും മാർക്കറ്റിൽ അവൈലബിളാണ്. പിന്നെ നിങ്ങൾ അതന്നെ പുതിയതായിട്ടൊന്ന് അവതരിപ്പിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, ഇത് സോളാർ അവൈലബിൾ ആണെങ്കിലും നമുക്ക് സോളാറിൽ കൂടെ നല്ലൊരു ഉപകാരം ഉണ്ടാകണ്ടേ. സോളാർ വെച്ചാൽ മാത്രം പോരല്ലോ. അത് ഈ വെട്ടമില്ലാത്ത സമയത്ത് ഇതുപോലെ സോളാർ ഒരു സൈഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അവിടെ വെട്ടമില്ലാത്ത സമയമാകുമ്പോഴത്തേക്ക് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ടും വെട്ടമുള്ള ഭാഗത്തേക്കെല്ലാം ഇത് ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത തന്നെ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. സോളാർ എനർജി സ്വാംശീകരിച്ച് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് സാങ്കേതിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും മാർക്കറ്റിലും ഒരുപാട് പരീക്ഷിക്കപ്പെട്ടതാണ്. ഓൾറെഡി അത് കണ്ടെത്തപ്പെട്ടതാണ്. ആ ഉപകരണങ്ങളിൽ നിന്നും നിങ്ങളുടെ ഉപകരണം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതെന്നെ റിപ്പീറ്റ് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രസക്തി ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത്
ഇത് സോളാർ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ മൂവിങ് ആണ് നോക്കുന്നത്. ഇത് കറക്റ്റ് വെട്ടത്തിനനുസരിച്ച് ഇത് മൂവ് ചെയ്യും. ഒരു സോളാർ എനർജിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇത് മെയിനായിട്ട് ഒരു സ്മോൾ എനർജി മതി ഇതിന് ഭയങ്കര രീതിക്ക് ഇതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് ക്ലിയർ അല്ല, ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ. ചെറിയ പ്രകാശം കിട്ടിയാൽ തന്നെ അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ ചെറിയ വെട്ടം കിട്ടിയാൽ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി എന്ത് സാധനങ്ങളാണ് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്? മെയിനായിട്ട് സെൻസേഴ്സ് തന്നെ ഉള്ളൂ. ഒരു സയൻറ്റിഫിക് ടോക്ക് ആയതുകൊണ്ട് ഒരു സയൻറ്റിഫിക് ക്വസ്റ്റ്യനാണ്. സോളാർ എനർജി DC കറണ്ടാണോ AC കറണ്ടാണോ? AC. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.